തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കണ്ടേ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിപ്പമുള്ള നെല്ലിക്കയാണ്. ഇപ്പോൾ ചെറിയ നെല്ലിക്ക വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഞാൻ ആദ്യമേ പറയുകയാണ്, വലിപ്പമുള്ള നെല്ലിക്ക തന്നെ എടുക്കുക. അപ്പോൾ ഇത്ര വലിപ്പത്തിലുള്ള നെല്ലിക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 2 മാത്രം മതി. പിന്നെ ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ കത്തിയുടെ തുമ്പിലോ അല്ലെങ്കിൽ പപ്പടം കുത്തി ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി. ഇനി കനലിൽ ചുട്ടെടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഗ്യാസിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ 2 നെല്ലിക്ക നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പതിയെ അത് ആ കത്തിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. എന്നിട്ട് പിന്നെ തിരിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ 2 നെല്ലിക്ക ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുരു മാറ്റിയിട്ട് ഇതുപോലെ അടർത്തിയെടുത്താൽ മതി. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. കൂടുതൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 5-6 വറ്റൽമുളക്, ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും അതുപോലെ ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ മുളക് കാര്യങ്ങളൊക്കെ നമുക്ക് നെല്ലിക്ക ചുട്ടതുപോലെ ചുട്ടെടുക്കുന്ന ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചുട്ടെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോവാതെ മുളക് ആ കളർ മാറാതെ നന്നായിട്ട് മൂത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം വറുത്തെടുക്കാൻ. ഇനി മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള മുളക്, ഉള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വളരെ ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ അളവാണെങ്കിലും കൂടരുത്, ചെറിയ പീസ് തന്നെ മതി. അതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. നമ്മൾ എടുത്ത നെല്ലിക്കയുടെ വലിപ്പമല്ല, ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇതുപോലെ ചേർത്തിട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്, ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സായി നന്നായിട്ട് ക്രഷായി കിട്ടണം. വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞ് പേസ്റ്റ് പരുവത്തിലൊന്നും ആവണ്ട, ഈ ഒരു പരുവത്തിലായാൽ മതി. ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചമ്മന്തിയുടെ അളവനുസരിച്ചുള്ള തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഈ മുളകിന് കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി മുളക് പൊടി, പച്ചമുളക് ചേർത്തതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ചമ്മന്തി എപ്പോഴും ഇതുപോലെ നമ്മൾ തോരനൊക്കെ ഒതുക്കുന്നതിനേക്കാൾ ഒരു ഇത്തിരിയും കൂടെ ആ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഒരുപാട് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് കാര്യങ്ങളൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന ആ എണ്ണയിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു ബോൾ പോലെ നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നിങ്ങൾ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്, ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഇപ്പോൾ നെല്ലിക്ക ചേർത്തിട്ടുള്ള ആ ഒരു കമർപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു അളവിലേക്ക് 2 നെല്ലിക്ക മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് നെല്ലിക്ക ചേർക്കുമ്പോഴാണ് നെല്ലിക്ക ചമ്മന്തിക്ക് ഒരു കമർപ്പ് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആർക്കും തന്നെ മനസ്സിലാവില്ല കേട്ടോ ഇത് നെല്ലിക്ക വെച്ചിട്ടുണ്ടാക്കിയ ചമ്മന്തിയാണെന്ന്. നെല്ലിക്കയുടേതായ ഒരു കമർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ വീണ്ടും നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.